ഹലോ അസ്സലാമലൈക്കും. നമ്മുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. നമ്മൾ ഇതിനു മുമ്പ് ബോർഡിലേക്ക് പോയിരുന്നു, പക്ഷെ അതിന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. 2 വീഡിയോസ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്ഥലമാണ്, നമ്മൾ ലാസ്റ്റ് പ്ലാൻ ചെയ്ത സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡന്. അത് കഴിഞ്ഞ് തിരിച്ചു പോരാന്നാ പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടാ. അപ്പൊ ഇതിന്റെ മുമ്പത്തെ 2 പാർട്ട് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി കണ്ടുവരിട്ടാ. നല്ല തിരക്കാണ് അല്ലേ? നല്ല തിരക്കാണ്. വരുന്ന കഴിച്ചു അതിനോ ഹലോ ഗായ്സ്, ഞങ്ങൾ ബോട്ടണിക്കാരോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പോഴാണ് ഊട്ടിയത് ഗൈസ്. ഇപ്പോഴാണ് ഊട്ടിയത്. ഞങ്ങൾ വാക്കുകളിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോഴൊക്കെ ഒക്കെ മിസ്സിംഗ് ആണ് ഗൈസ്. എല്ലാവരോടും പറഞ്ഞു ഗേറ്റിനോട് വന്ന് കരയാൻ. ലാസ്റ്റ് കരഞ്ഞ ആരെങ്കിലും വിളിച്ച് നോക്കിക്കോളെന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് നോക്കാം. അവിടെ നടക്കുകയാണ്. കുറെ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമുണ്ട്. എനിക്കിങ്ങനെ കാണാൻ പറ്റണേടാ. ഭയങ്കര ഹൈറ്റ്, കുറച്ച് ഹൈറ്റ് താവേ ഇങ്ങനെ കാണിച്ചോ. പുള്ളിയാണ് ഫിദ. അവളാണ് ഇവിടുത്തെ ഓവർലോൾ. പറയാൻ പഠിക്കണം ആദ്യം. ഞങ്ങൾ മറ്റുള്ളവരെ തപ്പിക്കൊണ്ട് നടക്കണം. ഒറ്റൊന്നിനും കാണാനില്ല. നിസ്കരിക്കാറിന് പോയതോ ഒറ്റൊന്നിനും ഇപ്പൊ കാണാനില്ല. തറവാട് നിസ്കരിക്കാനുള്ള ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നല്ല തണുപ്പുണ്ട്. തണുത്തിന് കുറെ ആമ്പൽക്കുളങ്ങളൊക്കെ ഉണ്ട്. മാംഗോ പോണ്ട്. ആമ്പൽക്കുളത്തിനടുത്തോട്ട് ഒരു കുരങ്ങിന് നിൽക്കുന്നുണ്ട്. കുരങ്ങൻ, ഇതൊരു കുരങ്ങത്തിയുണ്ട്. ഞാൻ മാത്രം സുന്ദരി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഗൈസ് ആരാണ്? അതെ, കുടുങ്ങി. ഇതൊക്കെ അടച്ചിട്ടിരിക്കണ്. ഞങ്ങൾ എങ്ങനെയുള്ളത് പുറത്തിറക്കാൻ അടുത്ത പാട്ട് നിങ്ങൾ ഇങ്ങനെ വയ്യണ്ടായി. സോറി. ഞങ്ങൾ ഫോട്ടോഗ്രാഫറാണ്. ഇയാൾ. നിങ്ങൾക്ക് എന്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇയാൾ വിളിച്ചാൽ മതി. ഒരു ഫോട്ടോക്ക് 100 രൂപ വെച്ച്. വളരെ തുച്ഛമായ വരുമാനം. അടുത്തത് ഞങ്ങൾ കാക്കക്ക് ഐസ് വാങ്ങി തരാൻ പോവാണ്. ആ ചടങ്ങുകളിൽ തോന്നലാണ് ഗൈസ്. ഞങ്ങളെ സ്നേഹനിധിയായ കാക്കയാണ്. നമുക്ക് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഫോൺ മേടിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ. കാക്കക്ക് ഐസ് വാങ്ങി തരാൻ പോവാണ്. കടന്റെ മുമ്പ് കട്ട് ചെയ്തോ പോവാ. കാക്ക മേടിച്ചു. എനിക്ക് കാക്കക്ക് മാംഗോ ബാർ ഈ ദാനം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പറഞ്ഞ ഇഷ്ടപ്പെടാത്ത എന്താ പറയാ, അങ്ങനത്തെ ഒരാളാണ് കഴിച്ചേക്കണ കാക്ക. ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു ഞങ്ങളോട്. നല്ല തണുപ്പത്ത് നല്ല കോരി ചൊരിയുന്ന ഊട്ടിയിൽ ഞങ്ങൾ ഐസ് തിന്ന് നടക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കാക്ക മുമ്പിൽ നടക്കുന്നുണ്ട്. കാക്ക പോവല്ലേ. ഞങ്ങൾ കാക്ക അവിടെ തിന്നുന്നുണ്ട് ഗൈസ്. ഇവർക്കൊന്നും ഐസ് വേണ്ടാന്ന്. ഞങ്ങളിതാ തണുപ്പ് കോഴി ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. അത്രക്ക് തണുപ്പാണ്. എന്നിട്ട് ഞങ്ങൾ ഐസ് തിന്നു. കാണിച്ചാ ഇത് കാണില്ല. എനിക്ക് തിന്നിട്ട് പല്ല് കോച്ചു പിടിച്ചടാ. ആരും കാണാനില്ല. ആരും ഹംസ എങ്ങനെയുണ്ട് സ്ഥലം? ഇതാ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ട്. സൈക്കാട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൈ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇറ്റാലിയൻ കുറേ ഇനി മെലക്കങ്ങൾ അതിൻ്റെ മേക്കിനി കയറുന്നില്ല. കുറേ കയറാണ്ട്. ഇവിടുന്ന് പോവാ. കണ്ണൊക്കെ തോന്നുന്നു.
ഒരു 6:30 ആയപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ ബസ് കയറി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എത്തിയതിന് ശേഷം ഫുഡ് കഴിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്കെത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മളൊരു പ്രസ്റ്റീജ് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. മന്തി അൽഫാമ കഴിച്ചത്. അൺലിമിറ്റഡ് റൈസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ്. കാരണം അവിടുന്ന് കയറിയതിന് ശേഷം കുറച്ച് ഡാൻസ് കളിച്ചു. പിന്നെ എല്ലാവരും കിടന്നിറങ്ങി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും നീപ്പിച്ചതാണ്. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ടൂറിന് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഞങ്ങളെ ഫാമിലി എപ്പോഴും ഞാൻ ടൂറൊന്നും പോകില്ല. ടൂർ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഇങ്ങനെ കുറേ കാലത്തിനൊക്കെ ശേഷം പോവുള്ളൂ. ഇനി അപ്പം എല്ലാവരും അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ബസ് കയറിയപ്പോൾ എല്ലാവരും ഫുൾ ഉറക്കിയെന്ന് കാറ്റടിച്ചിട്ട് ഞങ്ങൾ ഷാള് തല്ലി പോയിട്ട് ഉറങ്ങിയെന്ന്. അപ്പം ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.